Hello guys, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു മോൺസ്റ്റർ തിലോപ്പിനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താ അറിയണമെങ്കിൽ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ തന്നെ നമ്മളൊരു ചാനൽ അത് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് എന്തായാലും ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളെ മോൺസ്റ്റർ തിലോപ്പി ഒന്ന് കണ്ടുവരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മോൺസ്റ്റർ തിലാപ്പി. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളടുത്തുള്ളൊരു പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഇതിനെ. അപ്പോൾ വാട്ടർ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്വേറിയത്തിലേക്ക് ഇറക്കി വെച്ചാണ്. അപ്പോൾ ഏതാണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ ഇതിനെ റിലീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു മോൺസ്റ്റർ തിലാപ്പിയൻ്റെ ശരിക്കുള്ള പേര് പറഞ്ഞാൽ സീബ്ര തിലാപ്പിയ അല്ലെങ്കിൽ ഹെട്രോ തിലാപ്പിയ ബുട്ടിക്കോഫറി എന്നാണ്. ബുട്ടിക്കോഫറി എന്നാണ് നമുക്ക് കോമൺ ആയിട്ട് അറിയാം, അല്ലെങ്കിൽ സീബ്ര തിലാപ്പിയ എന്നുള്ള കിഡിലൻ ലുക്കുള്ള ഒരു തിലാപ്പി വെറൈറ്റി പെട്ട ഒരു സിക്ലഡ് മീനാണിത്. അപ്പോൾ നമ്മളെ ബുട്ടിക്കോഫറിൻ്റെ വാട്ടർ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് സാവധാനം അക്വേറിയത്തിലേക്ക് റിലീസ് ചെയ്യാം. നല്ലൊരു കളറേഷൻ അല്ലെങ്കിൽ നല്ലൊരു പാറ്റേൺ ഉള്ള ഒരു അടിപൊളി മീനാണിത്. നമ്മളെ സീബ്രേൻ്റെ ശരീരത്തിലുള്ള പാറ്റേൺ പോലുള്ള ആ ഒരു ടൈപ്പ് തന്നെയാണ് ഈ ഒരു മീനിൻ്റെ ബോഡി പാറ്റേൺസും. അതുകൊണ്ട് തന്നെയാണ് ഇവരൊരു സീബ്ര തിലാപ്പിയ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇവരൊരു സ്വദേശം എന്ന് പറയുകയാണെങ്കിൽ വെസ്റ്റ് ആഫ്രിക്കയാണ്. അതുകൊണ്ട് തന്നെ ഒരു വെസ്റ്റ് ആഫ്രിക്കൻ സിക്ലിഡാണ്. പൊതുവെ ഒരു വൈൽഡിൽ കാണപ്പെടുന്നത് വെസ്റ്റ് ആഫ്രിക്കൻ ലേക്സ്, അവിടെയുള്ള തടാകങ്ങളിലൊക്കെയാണ് മെയിനായിട്ട് കാണുന്നത്. നമ്മളെ വൈൽഡായിട്ടുള്ള ഇവിടെ നാട്ടിൽ കിട്ടുന്ന തിലോപ്പി കാണുന്ന പോലെ തന്നെ ഇവരെയും കാണുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബുട്ടിക്കോഫറിനെ മെയിനായിട്ട് ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്നത് ഫുഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ തിലോപ്പിനൊക്കെ വളർത്തിയിട്ട് ഫുഡ് പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ബുട്ടിക്കോഫറിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർക്ക് ഓർണമെന്റൽ ഫിഷ് ഫീൽഡിലേക്ക് നല്ല രീതിയിലുള്ള ഒരു ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. ഞാൻ തന്നെ പെറ്റ് ഷോപ്പിൽ ഫീഡിംഗ് ഗോൾഡിന് എടുക്കാൻ വേണ്ടി പോയായിരുന്നു. ആ ഒരു സമയത്ത് വളരെ റെയർ ആയിട്ടാണ് ഈ ഒരു സാധനത്തിൽ അവിടെ കണ്ടത്. ഞാൻ കുറച്ച് മുന്നേ വരെ ബുട്ടിക്കോഫറിനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പം ഇവർക്ക് പീസിന് 1 ഇഞ്ച് 80 രൂപയായിരുന്നു വന്നത്. ഇതിനെ ഞാൻ എടുത്തത് ഒരു പീസിന് അറൗണ്ട് 150-200 എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ റേറ്റ് ഞാൻ കറക്റ്റ് പറയുന്നില്ല, എന്നാലും ഈ റേറ്റിനാണ് നമുക്ക് ഇവിടെ കോഴിക്കോട് അവൈലബിൾ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ റേറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. നമ്മളൊരു ബുട്ടിക്കോഫറിയുടെ മാക്സിമം സൈസ് എന്ന് പറയുകയാണെങ്കിൽ 1 ഫീറ്റ് ആണ്. അപ്പോൾ ഇതിനുള്ളിലാണ് ഇവരുടെ സൈസ് കാര്യങ്ങളൊക്കെ വരിക. പിന്നെ ഇവരുടെ ബോഡിയിലുള്ള ഈ ഒരു സ്ട്രൈപ്സ് ഇവർക്ക് ഏജ് കൂടുന്തോറും ഫെയ്ഡ് ആയിട്ട് വരും. ഇപ്പോൾ ബേബി സൈസിൽ നല്ലൊരു കളറേഷൻ ഉണ്ടാവും. പിന്നെ ഈ ഒരു ബുട്ടിക്കോഫറിൻ്റെ മൈൻഡ് എന്ന് പറയുകയാണെങ്കിൽ നല്ല ഹെവി അഗ്രഷനുള്ള മീനാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യും മറ്റു മീനുകളെ. അപ്പോൾ ഇവർക്ക് ടാഗ്മേറ്റ് ആയിട്ട് ഇടാൻ പറ്റിയ മീൻ നമ്മളെ ആഫ്രിക്കൻ സിക്ലിഡ്സ്, അതുപോലെ തന്നെ പാരറ്റ് ഫിഷ് ഒക്കെയാണ്. എന്നാലും ഇവർ നല്ല രീതിയിൽ അവർ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇവരുടേതായ ഒരു കോളനി തന്നെ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ബുട്ടിക്കോഫറി മാത്രമായിട്ട് കുറച്ച് ഡ്രിഫ്റ്റ് വുഡ് അല്ലെങ്കിൽ കുറച്ച് സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഈ ഒരു ബുട്ടിക്കോഫറിൻ്റെ ബേബി സൈസും അതുപോലെ തന്നെ ഫ്രോണ്ടോസിൻ്റെ ഒക്കെ ബേബി സൈസ് ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. ഈ രണ്ട് മീനുകളൊക്കെ ഒരു ലുക്സ് കാണാൻ വേണ്ടിയിട്ട്. ഫ്രോണ്ടോസൊക്കെ ചെറിയ രീതിയിൽ മാറ്റം ഉണ്ടാവും, എന്നാലും അറൗണ്ട് ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. അപ്പം ബുട്ടിക്കോഫറിന് അല്ലെങ്കിൽ ഫ്രോണ്ടോസിന് എടുക്കാൻ പോകുമ്പം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എടുക്കുക. നമുക്ക് ഒരു മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ പറയുകയാണെങ്കിൽ പൊതുവെ മെയിൽസ് ആണ് ഫീമെയിൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല സൈസ് അധികം ഉള്ളത്. ഫീമെയിൽസ് പൊതുവെ കുറച്ച് സൈസ് കുറവാണ്. പിന്നെ മെയിൽസിൻ്റെ ഒരു ഹെഡിനൊക്കെ അത്യാവശ്യം നല്ലൊരു വീതി ഉണ്ടാവും. ഫീമെയിലിന് അത്ര ഒരു ഇതുണ്ടാവില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഒരു അഡൾട്ടേജിൽ മെയിൽ ഏതാ ഫീമെയിൽ ഏതാന്ന്. പിന്നെ അതുപോലെ തന്നെ ഇവരെ വെൻറ്റ് നോക്കിയിട്ട് മനസ്സിലാക്കാം. മെയിൽസിന് അവർ ആ ഒരു വെൻറ്റിൻ്റെ ഭാഗത്ത് ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ടാവും പുറത്തേക്ക്, ഫീമെയിൽസിന് അത് ഉണ്ടാവില്ല. പിന്നെ പൊതുവേ മെയിൽസാണ് സൈസ് കൂടുതൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫുഡിൻ്റെ പ്രൊഡക്ഷനിൽ കൂടുതലായിട്ട് മെയിൽസിനാണ് എടുക്കാറ്. ഫീമെയിൽസിനെ ബ്രീഡിങ്ങിലേക്ക് മാറ്റിയിടും. അങ്ങനെയാണ് ഈ ഒരു ബുട്ടിക്കോഫറിൻ്റെ ഫുഡ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ.
നമ്മൾ ഈ ഒരു ബുട്ടിക്കോഫറി ഒരു സിക്ലിഡ് ബ്രീഡർക്ക് ഇപ്പം ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മീനാണ്. കാരണം എന്താ വെച്ചാൽ ഇവരൊരു ഡിമാൻഡ് ഇപ്പോൾ കൂടി വരികയാണ്. അപ്പോൾ ഇപ്പോഴേ നമ്മൾ ഇതേപോലുള്ള ചെറിയ ബേബീസിനെ കളക്ട് ചെയ്തിട്ട് കുറച്ച് കാലം നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്ത് അങ്ങനെ ഒന്ന് ബ്രീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബിഗ് സൈസിനൊക്കെ പെയർ ചെയ്തൊക്കെ നമുക്ക് കൊടുക്കുക. കാരണം ഇവർക്ക് ഒരു 2-3 കൊല്ലം കൊണ്ട് നല്ല രീതിയിലൊരു മാർക്കറ്റിൽ റേറ്റ് ഒക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോഴേ അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും പുതിയ സിക്ലിഡ് വെറൈറ്റീസിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് പ്രൊഡക്ഷൻ ഇറക്കിയെടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ ഒരു ബുട്ടിക്കോഫറി അല്ലെങ്കിൽ സീബ്ര തിലോപ്പിയ നല്ലൊരു ഓപ്ഷനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എഗ് കൗണ്ട് തരുന്നൊരു മീനാണ്. നമ്മളെ തിലോപ്പിനൊക്കെ പോലുള്ളൊരു ബ്രീഡിങ് തന്നെയാണ് ഇവർക്കും വരുന്നത്. എഗ് ഇട്ടിട്ട് ഇവർ തന്നെ ബേബീസ് നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യും. നമ്മളെ കേരളത്തിലും ഇവരെ ബ്രീഡിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ അത്ര പോപ്പുലർ ആയിട്ടില്ല. നമ്മളൊരു ബുട്ടിക്കോഫറിൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഉള്ള നല്ല ഹാർഡായിട്ടുള്ള ഒരു മീൻ തന്നെയാണ്. ഈ വെള്ളത്തിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളൊന്നും ഇവർ അത്ര ഇതിലൊന്നും ബാധിക്കില്ല. ഈ സ്ട്രെസ്സ് പൊതുവേ കുറവുള്ളൊരു മീൻ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് വളർത്താൻ പറ്റും. പിന്നെ ഇവർക്ക് എയറേഷൻ ഒന്നും കൊടുത്തില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. ബേബി സൈസിലാണെങ്കിലും ഇവർ നല്ല രീതിയിൽ തന്നെ വളർന്നോളും. പ്രോപ്പറായിട്ടുള്ളൊരു ഫീഡിങ് നമ്മൾ കൊടുത്താൽ മതി. ഒരു 6.5 to 8 വരെയുള്ള pH ലെവലിലൊക്കെ നമ്മുടെ ബുട്ടിക്കോഫറി കൂളായിട്ട് നിന്നോളും. പിന്നെ ഒരു ബ്രീഡിംഗ് സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹാച്ച് റേറ്റ് തരുന്ന ഒരു മീൻ തന്നെയാണ്. അപ്പോൾ എഗ്ഗിന് അങ്ങനെ ഡാമേജ് വരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ബ്രീഡർക്ക്, സിക്ലിഡ് ബ്രീഡർക്ക് നല്ല രീതിയിൽ തന്നെ ബ്രീഡ് ചെയ്ത് പ്രൊഡക്ഷൻ ഇറക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻ തന്നെയാണ് ഈ ഒരു ബുട്ടിക്കോഫറി. പിന്നെ സ്റ്റാർട്ടേഴ്സിന് ഒരിക്കലും പ്രിഫറബിൾ അല്ല ഈ ഒരു മീൻ. നമ്മളൊരു ബുട്ടിക്കോഫറിൻ്റെ ഫീഡിങ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പൊതുവേ നമ്മൾ നോർമലായിട്ടുള്ള സിക്ലിഡ് മീനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇവർ ഫീഡ് വരുന്നത്. പെല്ലറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ ചെമ്മീൻ കൊടുക്കുക. പിന്നെ ബേബി സൈസൊക്കെ ആണെങ്കിൽ ബ്ലഡ് വേംസ്, മീൽ വേംസ് ഒക്കെ കൊടുത്ത് ഇവരെ റേസ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുക്കുക. നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ഫീഡിങ് പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാസം കൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് വളർന്ന് ഒരു അഡൾട്ട് സ്റ്റേജിലേക്ക് കടക്കും. അപ്പോൾ ഒരു ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊരു പ്രൊഡക്ഷൻ പോപ്പുലറായി ഇറങ്ങി നല്ല രീതിയിൽ നമുക്ക് ചീപ്പായിട്ട് കിട്ടി തുടങ്ങിയാൽ ഒരു ഫുഡ് പ്രൊഡക്ഷൻ എന്നുള്ള ഫീൽഡിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ തന്നെയാണ് ഈ ഒരു ബുട്ടിക്കോഫറി. കാരണം ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്തുമാണ്, അതുപോലെ തന്നെ നല്ലൊരു സൈസും വെക്കും, അത്യാവശ്യം വെയിറ്റും ഉണ്ട് ഈ ഒരു മീനിന്. അപ്പോൾ ഈ ഒരു ബുട്ടിക്കോഫറിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓർണമെൻ്റൽ ഫീൽഡിലാണെങ്കിലും അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ഫുഡ് പ്രൊഡക്ഷൻ്റെ ഒരു ഫീൽഡ് വരികയാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊരു ബുട്ടിക്കോഫറിൻ്റെ ഡിസീസസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു മീൻ തന്നെയാണ്. അപ്പോൾ ഡിസീസൊക്കെ വളരെ കുറവാണ് ഈ ഒരു മീനിന്. പിന്നെ വരുന്നൊരു ചാൻസ് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെറിയ ബേബി സൈസൊക്കെ ഒരു 1 ഇഞ്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു എയറേഷൻ കിട്ടിയില്ലെങ്കിൽ ഒരു സ്പേസ് ഇല്ലെങ്കിൽ അവർ ഡെഡായി പോകും. പിന്നെ അതേപോലെ തന്നെ ടെമ്പറേച്ചറിന് ഒരു പ്രശ്നം വരുമ്പോൾ ചെറിയ ബേബീസിന് വൈറ്റ് സ്പോട്ടൊക്കെ വന്ന് അങ്ങനെ ഡെഡായി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുക, ഒരു എയറേഷനൊക്കെ കൊടുക്കുക. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അമോണിയൻ്റെ ഒരു റിസ്ക് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിൽട്രേഷനും പ്രോപ്പറായിട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇവരൊരു ഡിസീസിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ വളരെ കുറവ് ഡിസീസ് തന്നെ അവർക്ക് വരുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ഈ കേസസ് ഒക്കെ ഉള്ളൂ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയൊരു മീൻ തന്നെയാണ് ഈ ഒരു സീബ്ര തിലാപ്പിയ അല്ലെങ്കിൽ ബുട്ടിക്കോഫറി. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഈ ഒരു ബുട്ടിക്കോഫറിനെ ഈ ഒരു അക്വറിയത്തിനിട്ട് കണ്ടീഷൻ ചെയ്ത് അത്യാവശ്യം ഒരു ഗ്രോത്ത് ആയിട്ട് നമ്മൾ ഓസ്കാറിൻ്റെ ടാങ്കിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഫ്യൂച്ചറിൽ നമ്മൾ നോക്കിയിട്ട് റിലീസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെടുത്ത ഒരു ബുട്ടിക്കോഫറിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വരുന്ന വീഡിയോയിലൊക്കെ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തില്ല. അതുപോലെ തന്നെ നമ്മളൊരു ബുട്ടിക്കോഫറിന് ഇഷ്ടമായ ഒരു വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് നല്ലൊരു വീഡിയോ പിന്നീട് കാണാം. അതിലേക്കും ബൈ.